തലക്ക് പ്രാന്ത് പിടിച്ചിട്ട് എത്ര നേരമായി റെക്കോർഡ് ചെയ്യാൻ വിചാരിക്കണം ഞാൻ. നടക്കേണ്ടത് ഇതെങ്കിലും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ കണ്ണമ്പുളിപ്പുറത്ത് ഉത്സവമാണെന്ന്. അപ്പോൾ 7:30 ആയപ്പോൾ ഞാനും ചേട്ടനും ഞങ്ങളൊക്കെ ഒരുങ്ങി കെട്ടിപ്പോയി ഇറങ്ങി. നമ്മുടെ ഇടമുട്ടത്ത് പൂയത്തിന് പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നമ്മുടെ ചതിച്ച്. അപ്പോൾ ദിവസം കാലത്ത് ചേട്ടൻ ബാറ്ററി മേടിച്ചിട്ട് വന്ന് നമുക്ക് കണ്ണമ്പുള്ളിപ്പുറത്ത് പൂരത്തിന് പോവാട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഈ യാത്രയായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ചേട്ടൻ്റെ മുതലാളിയുടെ വീട്ടിൽ വണ്ടി വെച്ച് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. 2 പൊട്ട് പൊട്ടി. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത്. ആ ചെറുതിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ അമ്പലപ്പറമ്പിലെത്തിയിരിക്കുന്നു. അമ്പലപ്പറമ്പിൽ പാപ്പൻ്റെ മക്കൾ, എൻ്റെ വല്യച്ഛൻ്റെ മക്കൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരത്തെ വന്നത്. നമ്മളാണ് വൈകിയത് അക്ഷരസ്ഫുടത വൈകിയത്. അപ്പോൾ അവരൊക്കെ പോയി. ഞങ്ങൾ പോവാണ് ചേച്ചി, ഞങ്ങൾ അച്ഛന് ചോറ് കൊടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവർ പോയി. അങ്ങനെ വല്യച്ഛൻ്റെ മക്കളെയും മരുമക്കളെയും കുട്ടിപ്പട്ടാളത്തിനൊക്കെ കണ്ട് ചോളാപ്പൂരിയൊക്കെ മേടിച്ച് അതൊക്കെ വയറൊക്കെ നിറച്ച്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ കോളിഫ്ലവർ വേണം, കോളിഫ്ലവർ തിന്നണം, അതിനായിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞു. കോളിഫ്ലവറൊക്കെ മേടിക്കാമെന്ന് ആളും പറഞ്ഞ് പൂരപ്പറമ്പൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി. കോളിഫ്ലവറൊക്കെ 2 പാത്രത്തിലായിട്ട് മേടിച്ചിട്ട് വന്ന് അവർ ചമ്മന്തി മറ്റേ മുളക് പൊടി ഉപ്പ് ഇത്തിരി ചൂടുവെള്ളത്തിലോട്ട് കലക്കിയിട്ട് അതിൻ്റെ മേലെ ഒഴിക്കണം. ഒരു രസമില്ല, സോസാണ് സൂപ്പർ. അപ്പോൾ അത് സോസ് ഇട്ടത് ചമ്മന്തി ഒഴിച്ചത് എനിക്കിഷ്ടമായിട്ട്. അപ്പം 3ാമത്തെ പാത്രത്തിൽ ഞാൻ വാങ്ങി. അത് ടേസ്റ്റ് അത് വലിയ കുഴപ്പമില്ല. അത് മറ്റേ ചമ്മന്തി കൂട്ടിയിട്ട് തിന്നുമ്പോൾ രസമല്ലേ. അപ്പം ഞങ്ങൾ 10 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. മണിയായപ്പോഴത്തേനും ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ചേട്ടന്